ഈ എം.എം. മണീന് കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതെങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അത്തരം ആളുകൾ ഇടതുമുന്നണിയിൽ ധാരാളം വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സമസ്യയുടെ കാര്യം പറഞ്ഞപ്പോഴും ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഈ വിജയം എന്ന് നമുക്ക് അടിവരായിട്ട് പറയാം. അല്ലേ, അത് ഇപ്പോഴും ഒന്നുമല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴും റിസൾട്ട് വന്നിട്ടുണ്ട്, അപ്പോഴും ഭൂരിപക്ഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇപ്പോൾ തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ അപ്രസക്തമാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിന്റെ നിലപാടുകളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും. അത് UDF-മായി സഹകരിച്ച് മുന്നോട്ട് പോകും. ആ സഹകരണം പൂർണ്ണമായും ഐക്യത്തോടും കെട്ടുറപ്പോടും കൂടി നിലനിൽക്കണം എന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു സെമി ഫൈനൽ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഫൈനൽ ഇതിനേക്കാളും ഗംഭീരമാവോ? എന്താ സംശയം? ഫൈനൽ ഇത്തവണ ഇങ്ങനെയാണെങ്കിൽ ഈസി വാക്ക് ഓവർ ആയിരിക്കും. ഈ എം.എം. മണീന്റെ പ്രസ്താവന വ്യക്തിപരമാണെന്നുള്ള അഭിപ്രായമുണ്ടോ? അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ അഭിപ്രായമാണെന്നുള്ളതാണ്? അത് എം.എം. മണി ചില്ലറക്കാരനല്ലല്ലോ. മുൻ മന്ത്രിയാണ്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പാർട്ടിയിലെ ഉയർന്ന നേതാവാണ്, പത്മകുമാറിനെ പോലെ തന്നെ. അപ്പോൾ അവരുടെയൊക്കെ പ്രസ്താവനകളെ എതിർക്കുന്നില്ല, തള്ളിപ്പറയുന്നില്ല. പാർട്ടിക്ക് അതുമായി ബന്ധമില്ല എന്ന് പോലും പറയാൻ ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. അപ്പം ഇവരൊക്കെ ആലോചിച്ചുറച്ചുകൊണ്ടാണ് ജനങ്ങൾക്കെതിരെ ഇത്തരം എന്താ പറയുക അപകീർത്തികരമായ ജുഗുപ്സാവഹമായ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത്. തെക്കൻ ജില്ലകളിൽ ലീഗിനെ കോൺഗ്രസ് വേണ്ട പോലെ പരിഗണിച്ചിരുന്നില്ല എന്നാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ലീഗ് വലിയ നേട്ടം തെക്കൻ ജില്ലയിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കുറച്ചും കൂടി വലിയ പരിഗണന, വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിന് മത്സരിക്കാൻ കിട്ടിയ സീറ്റുകൾ വളരെ പരിമിതമായിരുന്നു. പക്ഷേ ആ കിട്ടിയ സീറ്റുകളിലൊക്കെ ഞങ്ങൾ വിജയിച്ചു. 77% മുസ്ലിം ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ. മലബാറിലെ കണക്ക് നിങ്ങൾക്കറിയാൻ ഞാൻ പറയേണ്ടില്ല. മലപ്പുറം ആയിരുന്നാലും കോഴിക്കോടായിരുന്നാലും കണ്ണൂരും കാസർഗോഡും വയനാടും ഒക്കെ സംഭവിച്ചത് നിങ്ങൾ കണ്ടതാണ്. തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിന് അഭൂതപൂർവമായ വിജയം കിട്ടിയത്.